ചായ. ആ ഇതുവരെ നിന്റെ ചേച്ചി എന്തിനാണ് ഈ കുടുംബത്തോട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായി. വിനയചന്ദ്രനും ഞാനും എത്ര നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്ന് നിനക്കറിയാവോ? സഹോദരങ്ങളെ പോലെയായിരുന്നു ഞങ്ങൾ. എല്ലാറ്റിനും ഞാൻ പറയുന്നതായിരുന്നു അവൻ അവസാന വാക്ക്. അവൻ എന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോക്കായിരുന്നു നിന്റെ അച്ഛൻ്റെ മരണം. ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ട് ഒടുവിൽ അവസാന നിമിഷം ആരോടും പറയാതെ അവൻ പിൻവാങ്ങി. ഒരു വലിയ തുകയാ നിന്റെ അച്ഛൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അത് അവൻ്റെ ഏതോ പ്രോപ്പർട്ടിയോ മറ്റോ വിറ്റ് കിട്ടുന്ന പണമായിരുന്നു. നിന്റെ അമ്മാവൻ രാഘവനാ എല്ലാറ്റിനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ആ ലേലം പിടിക്കാൻ ഞാൻ പെട്ട പാട്. അതിനിടയിൽ വിനയനെ പിന്നെ കാണാൻ സാധിച്ചതുമില്ല. നിന്റെ അച്ഛൻ പിന്മാറിയതുകൊണ്ട് പകരം 2 പാർട്ട്നേഴ്സിനെ എനിക്ക് ആ ബിസിനസ്സിൽ ചേർക്കേണ്ടി വന്നു. പക്ഷേ വിനയൻ വിശ്വസിച്ചത് ഞാൻ അവനെ ചതിച്ചുവെന്ന. മംഗലാപുരം വരെ പോയി തിരിച്ചു വന്ന ഞാൻ കേൾക്കുന്നത് നിന്റെ അച്ഛൻ്റെ മരണവാർത്തയാ. എന്നോടൊരു വാക്ക് പോലും പറയാതെയാ അവൻ പോയത്. പക്ഷേ ഇതെല്ലാം നിന്റെ ചേച്ചി തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ കാരണമാ നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തേന്നാ നിന്റെ ചേച്ചി വിശ്വസിക്കുന്നത്. അതിന്റെ പ്രതികാരമാ അവൾ ഈ കുടുംബത്തോട് ചെയ്യുന്നതെല്ലാം. മോളെ, ഇത്രയും നാളത്തെ നിന്റെ അനുഭവം വെച്ച് ഞാൻ അങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബിസിനസിന്റെ ഡോക്യുമെന്റുകൾ തയ്യാറാക്കാനും ഉണ്ടാക്കാനും എല്ലാ കാര്യത്തിനും നിന്റെ അച്ഛനോടൊപ്പം കൂടെ നിന്നത് അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അയാളോട് ചോദിച്ചാൽ അറിയാം സത്യങ്ങളെല്ലാം. എനിക്ക് അങ്കിളുടെ വിശ്വാസം. ആദ്യം ഞാൻ ഇവിടേക്ക് വന്നപ്പോ ഇവിടെ ഉള്ളവരെ കുറിച്ച് ചേച്ചി എന്നോടും കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എന്റെ ചേച്ചി യുദ്ധം ചെയ്യുന്നത് സ്വന്തം നിഴലിനോടാണെന്ന്. ചേച്ചിയുടെ തെറ്റിദ്ധാരണകൾ ഇനി മാറുമെന്ന് എനിക്കറിയില്ല. ഈ വീടും ചേച്ചിയുമായുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുപോയി. ഇനി അത് കൂട്ടിച്ചേർക്കാനും പറ്റില്ല. ചേച്ചി ചെയ്ത തെറ്റുകൾക്കൊക്കെ ഞാൻ അങ്കിളിനോട് മാപ്പ് ചോദിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ വിനയന്റെ മകൾ എനിക്കും മകള് തന്നെ. ആ വാത്സല്യവും സ്നേഹവും എന്നും എനിക്ക് നിന്നോടുണ്ടാവും. മിണ്ടി പോരുത്. നീയാ ഇപ്പൊ എന്റെ പ്രധാന ശത്രു. എന്നെ അവിടെ നിന്ന് എല്ലാവരോട് ചവിട്ടി ഇറക്കിയപ്പോ നീ അവരോടൊപ്പം സന്തോഷിച്ചു. ഓരോ തവണയും നീ എനിക്കെതിരെ നിന്നു. ഇതേ എന്റെ വീടാ. ഇവിടെ നിനക്ക് ഒരു സ്ഥാനവും ഇല്ല. അത് ചേച്ചി മാത്രം പറഞ്ഞ പോരല്ലോ. ഈ നാട്ടില് നിയമവും കോടതിയൊക്കെ ഉണ്ട്. എന്റെ അച്ഛന്റെ സ്വത്തിൽ എനിക്കും അവകാശമുണ്ട്. ഇതും നിന്റെ ഒരു അവകാശമായിട്ട് കൂട്ടിക്കോ. നേരത്തെ തന്നെ നിനക്ക് ഞാനിത് തരാൻ വേണ്ടി വെച്ചതാ.
ഇപ്പഴാ അവസരം കിട്ടിയത്. എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ ഞങ്ങൾ വന്നത് ചേച്ചിയോടൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? എന്നോട് എന്ത് കാര്യമാണ് നിങ്ങക്ക് പറയാനുള്ളത്? പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടാണല്ലോ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദേട്ടന്റെ കാര്യം. ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനിൽ അവധിക്കെടുത്ത് ഒപ്പിട്ട് കൊടുക്കണം. പാവം നന്ദേട്ടനെ ഇനിയും ഇങ്ങനെ ദ്രോഹിക്കരുത്. ദ്രോഹിച്ച നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അതിനെ സമ്മതിക്കില്ല. അയ്യോ, ഇനിയും ആ വീടിനെയും അവിടെ ഉള്ളവരെയും ദ്രോഹിക്കാൻ ഞാൻ ചേച്ചി അനുവദിക്കില്ല. എനിക്കതിന് നിന്റെ സമ്മതം എന്തിനാ? എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരിക്കലും ഞാൻ ആ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടില്ല. ഇത് പറയാനായിട്ടാ നിങ്ങൾ 3 പേരും കൂടി വന്നതെങ്കിൽ വന്ന വഴിയെ തിരിച്ചു പോകുന്നതാ നല്ലത്. ചേച്ചി എല്ലാവരെയും തെറ്റിദ്ധരിച്ചിരിക്കാം. നന്ദേട്ടന്റെ അച്ഛൻ കാരണമല്ല നമ്മുടെ അച്ഛൻ മരിച്ചത്. മിണ്ടിപ്പോരുത്. ആ നിനക്കെങ്ങനെ അറിയാം? അങ്കിൾ എന്നോട് എല്ലാം പറഞ്ഞു.